അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇഡിയുടെ ആക്ഷനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രതികരണത്തെ അങ്ങെങ്ങനെയാണ് കാണുന്നത്? അതിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. 4 വർഷം മുമ്പ് എടുത്ത കേസാണ്. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിലിടപെട്ട് അതിൽ തടയാൻ സംസ്ഥാന സർക്കാരിനാകില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. മാത്രമല്ല, ഇതിൽ ഞങ്ങൾക്കൊരു നിലപാടുണ്ടായിരുന്നതാണല്ലോ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ മറുപടികൾ നിയമപരമായി കൃത്യമായ മറുപടികളായി അങ്ങ് അതിനെ കാണുന്നുണ്ടോ? നിയമപരമായി മാത്രമല്ല, രാഷ്ട്രീയമായ മറുപടി കൂടിയാണെന്ന് മുഖ്യമന്ത്രി നൽകിയത്. മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസ് ഞാൻ പൂർണ്ണമായിട്ട് കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉള്ളടക്കം 100% ശരിയാണ്. കാരണം ഭരണഘടനയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പാർട്ട് 11 പറയുന്നുണ്ട്. അതിൽ ചാപ്റ്റർ 2 ആർട്ടിക്കിൾ 256 പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണം സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഭരണം നടത്തിക്കൊണ്ടുപോകാൻ. കേന്ദ്ര നിയമം ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ഞങ്ങളിവിടെ CAA നടപ്പാക്കില്ല എന്ന് പറഞ്ഞതിന് ഭരണഘടനാ സാധുതയില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹം നിയമപരമായിട്ട് അദ്ദേഹം ഒരു ലോയർ കൂടിയായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് അതിനുള്ള മറുപടി പറഞ്ഞു. ഇത് നടത്തുന്ന ആരാണ്? ഒരു സെൻട്രൽ ഏജൻസി നടത്തുന്ന അന്വേഷണമാണ്, അല്ലേ? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഒരു അന്വേഷണത്തിൽ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുകയാണ്. നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കാൻ 2 ദിവസം തരൂ, എനിക്ക് സമയം തരൂ, ഞാൻ പ്രതികരിക്കാമെന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹം അത് പഠിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞു, ഇതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് റോളൊന്നുമില്ല. പിന്നെ ആകെ ചെയ്യേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരവിടെ വരുമ്പോൾ അവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതുണ്ട്. അതിൽ ആഭ്യന്തരമന്ത്രി ചെയ്ത നടപടി ശരിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ വരുമ്പോൾ തിരിച്ചു പോകുമ്പോഴാണെങ്കിൽ കൂടി അക്രമം നേരിടുകയാണെങ്കിൽ അത് ഒഫീഷ്യൽ ഫംഗ്ഷൻ, ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയതായിട്ട് തന്നെ കണക്കാക്കപ്പെടും. അതുകൊണ്ടാണ് കേസെടുത്തത്. അതിൽ ആഭ്യന്തരമന്ത്രി ശരിയായിട്ട് ഇടപെട്ടു. ഇനി നമുക്ക് മുഖ്യമന്ത്രി ഇത് കാലതാമസം വരുത്തിയോ എന്നുള്ള ചോദ്യം ചോദിക്കണം. അദ്ദേഹം കാലതാമസം വരുത്തിയിട്ടില്ല. കാരണം മിനിഞ്ഞാന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണാൻ ഡൽഹിയിൽ വന്നിരിക്കുകയായിരുന്നു. ഇന്നലെ വലിയ പെരുന്നാളായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് ഒരു വലിയ സന്ദേശമാണ് കേരള സമൂഹത്തിന് നൽകിയത്. എല്ലാ മതത്തിലെയും ആഘോഷങ്ങൾ നമ്മൾ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ആഘോഷിക്കണമെന്ന് പറഞ്ഞു. ഒരു വിശ്വാസമില്ലാത്ത ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പോലും അത് പൂർണ്ണമായിട്ട് സ്വീകാര്യമാണ്. കാരണം ഇവിടെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വിവേചനങ്ങളുള്ളപ്പോൾ അദ്ദേഹം പാണക്കാടേക്ക് ചെന്നിട്ട് വലിയ പെരുന്നാൾ എല്ലാവരുടെയും കൂടെ ആഘോഷിച്ച് വളരെ മനോഹരമായൊരു സന്ദേശം നൽകി. അന്ന് അദ്ദേഹം ഇത് പ്രതികരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇന്ന് വളരെ മനോഹരമായൊരു നയപ്രഖ്യാപന പ്രസംഗം ഗവർണറെ കൊണ്ട് നടത്തിച്ചു. അതിൽ ഡിഗ്നിറ്റി എന്ന വാക്കാണ് ഊന്നി പറഞ്ഞിരിക്കുന്നത്. മെൻസ്ട്രൽ ലീവ് 3 ദിവസത്തേക്ക് കൊടുത്തു. ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, വാഗ്ദാനങ്ങൾ ഓരോന്നായിട്ട് നടപ്പാക്കും. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖലയെ പറ്റിയൊക്കെ കൃത്യമായിട്ട് പറയും. ഇതെല്ലാം കഴിഞ്ഞ് സാവകാശം വന്നിട്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം ശാന്തമായിട്ട് മറുപടി പറഞ്ഞു. ഇതെല്ലാം ശരിയാണ്. ഇതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ? നമ്മൾ പൗരൻ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കണമല്ലോ. എന്തെങ്കിലും കുറവ് കണ്ടോ? കാരണം നമ്മൾ മുഖ്യമന്ത്രിയിൽ നിന്ന് വലിയ എക്സ്പെക്റ്റേഷനാണ്. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കോട്ട് ചെയ്താണ് തുടങ്ങിയത്. അവസാനിപ്പിച്ചത്, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം അവസാനിച്ചതും നെഹ്റുവിനെ കോട്ട് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ ടു വർക്ക് ടുഗദർ ഈസ് ബെറ്റർ ദാൻ ടു വർക്ക് സിംഗ്ലി എന്നാണ് നെഹ്റുവിനെ ആദ്യം കോട്ട് ചെയ്തത്. അവസാനിപ്പിച്ചത് എ ഗവൺമെൻറ് ഫങ്ഷൻസ് ബെസ്റ്റ് വെൻ പീപ്പിൾ ഹാവ് കോൺഫിഡൻസ് ഇൻ ഇറ്റ്. ജനങ്ങൾക്ക് വിശ്വാസം ഉള്ളപ്പോഴാണ് ഗവൺമെൻറ് ഏറ്റവും നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നാണ് അവസാനിപ്പിക്കുന്നത് ആ പ്രസംഗത്തിൽ. ആ മുഖ്യമന്ത്രി കൊടുക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കുന്നത്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ പ്രസ്സിനോട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞ് ഇന്ന് ആദ്യമായിരിക്കും. പക്ഷേ അദ്ദേഹം അധികാരമേറ്റ ഉടനെ ഒരു പ്രസ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. അന്നും അദ്ദേഹം നെഹ്റുവിനെ കോട്ട് ചെയ്ത് പറഞ്ഞിരുന്നു, എന്നെ ഉൾപ്പെടെ നിങ്ങൾ വിമർശിക്കണം, അല്ലേ? നെഹ്റുവിനെ കോട്ട് ചെയ്തിട്ട് പറഞ്ഞു, ആർക്ക് ലക്ഷ്മണിൻ്റെ അടുത്ത് പറഞ്ഞു ഡോണ്ട് സ്പെയർ മീ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എനിക്കൊരു ചെറിയ പരാതിയുണ്ട്. ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഒരു ഹെഡ് മാസ്റ്റർ ഇദ്ദേഹത്തിൻ്റെ ഒരു കാർട്ടൂൺ വരച്ചതിന് സസ്പെൻഡ് ചെയ്തൊരു കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചത്, നിങ്ങളുടെയൊക്കെ കാര്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്നേരം ഞാൻ ഇതേ നടപടി എടുക്കുമെന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് വ്യക്തമില്ല. സ്കൂൾ പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മാധ്യമങ്ങൾ ചോദിച്ചത്. പക്ഷേ അദ്ദേഹം മറുപടി പറഞ്ഞ ഒരു KSRTC ജീവനക്കാരുമായി ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ ആ KSRTC ജീവനക്കാരൻ ഇട്ട അശ്ലീല ചിത്രം ഷെയർ ചെയ്തതാണോ ഈ പ്രിൻസിപ്പൾ എന്ന് സംശയിക്കുന്നുണ്ട്. എന്താണ് ശ്രീദാമോദർ പ്രസാദ്, അങ്ങേക്ക് അതിൽ വ്യക്തതയുണ്ടോ? അതൊന്ന് പറഞ്ഞോട്ടെ. അത് രണ്ടിൽ ഏതാണെങ്കിലും ആണെങ്കിൽ കൂടി അതൊരു ഡിഫമേഷൻ എപ്പോഴും അപകീർത്തി. ഒരു മിനിറ്റ് അതൊന്ന് തീർച്ചയായും. അത് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ എംപ്ലോയി ഗവൺമെന്റ് നയങ്ങളെ വിമർശിച്ചു കഴിഞ്ഞാൽ അതിന് നടപടിയെടുക്കാം.
ഇത് ഗവൺമെൻറ് നയങ്ങളെ വിമർശിക്കുന്നതല്ല. ഇത് വ്യക്തിപരമായിട്ട് ഒരാളെ തേജോവധം ചെയ്യുന്നതായിരിക്കാം. മുഖ്യമന്ത്രി എന്നുള്ള പേഴ്സൺ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അപമാനിക്കുന്നതായിരിക്കാം. അതിന് ഡിഫമേഷൻ സൂട്ടേ നിൽക്കൂ. അതിപ്പം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കെതിരെ ആണെങ്കിൽ പോലും രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തപ്പോൾ നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്ത്. എന്തുകൊണ്ടാണ്? ഡിഫമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രൈവറ്റ് റോങ് ആണ്. അതിലൊരു ക്രിമിനൽ കേസ് നിൽക്കില്ല. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ. ഇതിപ്പം സർക്കാർ ജീവനക്കാരനായതുകൊണ്ടാണല്ലോ ഇത് എടുക്കാൻ പറ്റിയത്. ഒരു സാധാരണക്കാരനാണ് എന്ത് ചെയ്യും? സാധാരണക്കാർ പലരും ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള കാർട്ടൂണുകൾ, നമ്മൾ അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ അത് ഒരു അപകീർത്തി കേസ് മാത്രമേ ആകുന്നുള്ളൂ. ഗവൺമെൻറ് ജീവനക്കാരനാണെങ്കിൽ കൂടി അദ്ദേഹം റിട്ടയർ ആകാൻ 2 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു നടപടി ആവശ്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ ഉണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ, അദ്ദേഹം ഇത് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ വളരെ ഔചിത്യപൂർവ്വമായിരിക്കും. കാരണം നെഹ്റുവിനെ എപ്പോഴും കോട്ട് ചെയ്യുന്നു. ഞങ്ങൾക്ക് വളരെ വലിയ എക്സ്പെക്ടേഷൻ ഉണ്ട് മുഖ്യമന്ത്രിയിൽ നിന്ന്. അതുകൊണ്ടാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.